A very good evening to everyone. On behalf of Stride K-Disc and IEEE Education Society Kerala chapter, I extend a warm welcome to all of you to Stride Forward Dialogues for Inclusive Innovation. Stride is Kerala's flagship initiative for inclusive innovation, bringing technology, research, and community participation to create meaningful and sustainable impact. Through the Stride Forward series, we aim to inspire next generation of innovators and changemakers to think beyond ideas and work towards solutions that truly matter. Today's session focuses on a socially significant theme: interventions in the disability sector and social justice. We are honored to have with us Dr. Abbas Ali TK, Executive Director, National Institute of Physical Medicine and Rehabilitation, NIPMR. Dr. Abbas Ali TK is a highly experienced educationist and administrator with deep expertise in inclusive education and educational research. He has served in several key roles, including DIT principal, and has contributed to major educational initiatives such as SSA and RMSA. We are truly privileged to have him with us today. Now, I invite Dr. Abbas Ali TK to take over the session. Over to you, sir. Hello. Thank you. Audible ആണോ? Yes, sir. Yes. Okay. നമുക്ക് ആരംഭിക്കാം. ഞാൻ മലയാളത്തിൽ സംസാരിച്ചോട്ടെ. തീർച്ചയായിട്ടും സംസാരിച്ചോ. ഇപ്പോൾ മീറ്റിൽ എത്ര പേരുണ്ട്? Around 91 participants. Okay, thank you. നിങ്ങളുടെ പ്രതികരണവും കൂടി കിട്ടിയാണെങ്കിൽ എനിക്ക് സംസാരിച്ചു പോകാൻ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാം. നമുക്ക് പരിചയമുള്ള ആളുകളും കാണുന്നത്. ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ ആരെങ്കിലും അത്തരത്തിൽപ്പെട്ട ഡിസേബിൾഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ? ഡിസബിലിറ്റിയുടെ കാറ്റഗറി എന്ന് പറയുന്ന 21 കാറ്റഗറിയിൽ വരുന്ന ആളുകളല്ലായിരിക്കാം നമ്മൾ. പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അളവിലെങ്കിലുമുള്ള ഡിസബിലിറ്റി ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാമോ? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദ്യം വ്യക്തമല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും ഉണ്ടായിരിക്കും സാർ. കാരണം ആരും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മൾക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ഡിസബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമ്മളിൽ പലരും കണ്ണട ഉപയോഗിക്കുന്നവരായിരിക്കും. കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഇല്ലായി ഉണ്ടാവാം. ചെവി കേൾക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒക്കെ ഉണ്ടാവാം. നേരിയ അളവിൽ എല്ലാവരിലും ഉണ്ടാവാം. അതാണ് ഇപ്പോൾ വന്ന മറുപടി. വളരെ ശരിയാണ്. നമ്മൾ ഈ പറയുന്ന ഡിസബിലിറ്റി ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ? ചോദ്യം ചോദിക്കുന്നതിൽ അല്പം പ്രയാസമുണ്ട് എനിക്ക്. പക്ഷെ എങ്കിൽ പോലും ആണ് ചോദിക്കാമെന്ന് തോന്നുന്നു. നാളെ നമ്മൾ ഡിസേബിൾഡ് ആകാമോ? സാധ്യതയുണ്ടോ? എല്ലാവരും എങ്ങനെയൊക്കെ വരാം? എങ്ങനെയൊക്കെ നമ്മൾ ഡിസേബിൾഡ് ആവാം? നമുക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ തന്നെ നമുക്ക് എന്ത് ഡിസബിലിറ്റി വരാം. നമുക്കൊരു സ്ട്രോക്ക് വന്നാൽ നമുക്ക് ഡിസബിലിറ്റി വരാം. ഇതൊന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഇന്ന് കണ്ണട ഉപയോഗിക്കാത്തവർ നാളെ കണ്ണട ഉപയോഗിച്ചേക്കാം. അങ്ങനെ ഡിസബിലിറ്റി എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ. ഓക്കെ, ചില മെഡിസിൻ കൊണ്ടുവരാം, ചില അപകടങ്ങൾ കൊണ്ടുവരാം, പല സാഹചര്യങ്ങൾ കൊണ്ടും. കുറച്ച് സമയത്തേക്ക് ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം നേരിട്ടാൽ പോലും നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം. സ്വാഭാവികമായും നമ്മളൊക്കെ ഡിസേബിൾഡ് ആവുന്ന മറ്റൊരവസ്ഥയുണ്ട്. മുഴുവൻ മനുഷ്യരും ഡിസേബിൾഡ് ആവുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് വാർദ്ധക്യം. നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമത കുറയുകയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. നിലവിലുള്ള നിയമത്തിൽ പറയുന്ന 21 കാറ്റഗറിയിൽ പെടുന്ന ഒന്നല്ല വാർദ്ധക്യം.
കാരണം അത് മറ്റൊരു തരത്തിൽ അക്വയർ ചെയ്തു വരുന്ന ഒന്നാണ്, ജന്മനായുള്ളതല്ല, പക്ഷേ പ്രായം കൊണ്ട് പലപ്പോഴും സംഭവിക്കും. ഇത്തരത്തിലുള്ള ഒരു ആലോചനയും നമുക്ക് മനസ്സിലാവും. നമ്മളൊന്നും യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി എന്ന് പറയുന്നതിൽ നിന്ന് ഏറെ അകലെയല്ല. നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെയും ചെറിയ പരിമിതികളുണ്ട്. നാളെ നമുക്കൊക്കെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ്. വാർദ്ധക്യം എന്ന് പറയുന്ന ഒരവസ്ഥ പോലും ഏതാണ്ട് ഡിസബിലിറ്റിയുടെ ഒരു വകഭേദം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് അതനുസരിച്ചുള്ള ഒരു ജാഗ്രത അക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ വിചാരിക്കുന്ന വിഷയം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇത് ഒരുപാട് ഇൻഫർമേഷൻ കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു സെഷനായിട്ട് ഞാൻ കാണുന്നുമില്ല. മറിച്ച് നമുക്ക് ചില ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നതാണ് പ്രധാനം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല, എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ് എങ്കിൽ ഇക്വിറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടി വരും. നമുക്ക് നല്ല പരിചയമുള്ള ഒരു വാക്കായിരിക്കും ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വാലിറ്റിയെക്കാളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ജനാധിപത്യത്തിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. എല്ലാവരോടും ഒരേ നീതി എന്ന് പറയുന്നത് ഒറ്റ കേൾവിയിൽ വളരെ ശരിയാണെന്ന് തോന്നുമെങ്കിൽ പോലും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ടി കൂടുതലായി അവരുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നീതി. അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്, അവസര തുല്യത എന്ന് പറയുന്നത്. ആ തരത്തിൽ അവസര തുല്യതയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്, ഇക്വിറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, മനുഷ്യാവകാശത്തിന്റെയും മനുഷ്യ അന്തസ്സിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയെ, ഡിസബിലിറ്റിയെ കാണേണ്ടത്. സ്വാഭാവികമായും ശാരീരികമായോ മാനസികമായോ മറ്റു തരത്തിലോ ഉള്ള പരിമിതികൾ അനുഭവിക്കുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരനുഭവിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. അതിലെ പല പ്രതിസന്ധികളെയും നമുക്ക് തീരെ മായ്ച്ചു കളയാൻ സാധ്യവുമില്ല. പല പ്രയാസങ്ങളോടും അവർ പൊരുത്തപ്പെടുകയും പല പ്രയാസങ്ങളെയും അവർ മറികടക്കാൻ ശ്രമിക്കുകയും നിരന്തരം പോരാടുകയും ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ജീവിതം. അത്തരത്തിലുള്ള ഒരു ജീവിതം അവർ ജീവിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒന്നുമില്ലാത്ത ഈ സമൂഹത്തിലെ അവരെക്കാൾ വരുന്ന ഭൂരിപക്ഷം വരുന്ന ജനത എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത്, എന്താണ് അതിന്റെ സാമൂഹ്യ നീതി എന്നുള്ളതാണ് യുവാക്കളായ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു ആലോചന. നമുക്ക് ചെറിയ ചർച്ചകൾക്കുള്ള അവസരം ഉണ്ടാവുന്നത് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സമയം അനുവദിക്കാം. ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് ക്രമത്തിൽ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളോ പ്രതികരണങ്ങളോ വിയോജിപ്പുകളോ ഒക്കെ ആവാം എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഒരു യുവാവ്, ഒരു യുവതി വിവാഹപ്രായം എത്തുന്ന സമയത്ത് അവർ പരസ്പരം കണ്ടെത്തിയോ അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടെത്തിയോ ഒക്കെ ആയിട്ട് അവരൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വിവാഹത്തിലേക്ക് കിടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, 1, 2, 3 ഒക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അവർ അറിയുന്നത് ആ കുഞ്ഞിന് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ചോളം ജന്മത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ അംഗ പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മറ്റു ചില കാര്യങ്ങൾ കേൾവിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഓട്ടിസവും പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രക്തസംബന്ധമായ പേശി സംബന്ധമായൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കുറെ കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം കണ്ടെത്തുക. അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടായിരിക്കാം കുട്ടി ഡിസേബിൾഡ് ആവുക. അങ്ങനെ ഗുരുതരമായി ഡിസേബിൾഡ് ആയ ഒരു കുട്ടി ഈ കുടുംബത്തിൽ ഉണ്ടാകുന്നതോടുകൂടി സംഭവിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ചിലപ്പോൾ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകും, പ്രത്യേകിച്ചും പുരുഷന്മാർ. അവർ കുടുംബജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങളെ സഹിക്കാൻ പറ്റാതെ ചിലർ വളരെ പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സെപ്പറേറ്റഡ് ആവുകയോ ചെയ്യും. അപ്പൊ പിന്നെ ബാക്കിയാവുന്നത് അമ്മ മാത്രമായിരിക്കും. അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങളിൽ, കേസുകളിലെങ്കിലും അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ പ്രശ്നത്തെ നേരിടാൻ തന്നെ തീരുമാനിക്കും. നമ്മൾ പലതരത്തിൽ അവരോട് സഹതപിക്കും, അല്ലെങ്കിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ഈശ്വര നിശ്ചയമാണ് എന്ന രീതിയിൽ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ഈശ്വരൻ തെരഞ്ഞെടുത്ത ചില പ്രത്യേക ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കും. പലതരത്തിൽ സമൂഹം അതിന്റെ കൂടെ നിൽക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ഈ കുഞ്ഞിനെ പിന്നീട് എന്ത് ചെയ്യും? പലതരത്തിലുള്ള ചികിത്സകൾക്ക് പോകും. ചില ചികിത്സകളൊന്നും ഇപ്പോൾ SMA ഒക്കെ പോലുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി ഒക്കെ പോലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ല. മിക്കവാറും വൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് തന്നെയായിരിക്കും ഡിസബിലിറ്റിയിലുള്ള. മാനേജ് ചെയ്യാനേ പറ്റും, ഭേദമാക്കാൻ സാധിക്കുന്ന ഒന്നിന് പലപ്പോഴും നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയാറില്ല. അങ്ങനെ അവർ പല ചികിത്സകൾ ചെയ്യും. അന്നേരം നമ്മൾ ആയുർവേദം നിർദ്ദേശിക്കും,
ഹോമിയോ നിർദ്ദേശിക്കും, മന്ത്രവാദം നിർദ്ദേശിക്കും, പലതരത്തിലുള്ള മരുന്നുകൾ, പച്ചമരുന്നുകൾ, ഒറ്റമൂലികളൊക്കെ പറഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ തീർത്തും നിരാശരാകും. ഇനി ഈ കുട്ടിയെ ഒന്നും ചെയ്യാനില്ല എന്ന് തീരുമാനിക്കും. യഥാർത്ഥത്തിൽ സമൂഹം അതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കുട്ടിയെ വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം, അതിനകത്ത് സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്, ഫിസിയോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും പെട്ട ഒരു വിദഗ്ധ സംഘം വിലയിരുത്തുകയും ഈ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്, എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത്, എന്ത് തരത്തിലുള്ള തൊഴിൽ പരിശീലനമാണ് കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത്, ഈ കുട്ടിക്ക് ഒരു സർജറി കൊണ്ട് ഗുണമുണ്ടാകുമോ എങ്കിൽ എപ്പോഴാണ് സർജറി നടത്തേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തെറപ്പി കൊടുത്താലാണ് ഈ കുട്ടിക്ക് ജീവിതത്തിലേക്ക് കുറെ കൂടി നന്നായി കയറി വരാൻ സാധിക്കുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു ഇവാലുവേഷൻ നടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വിദഗ്ധ സംഘം പരിശോധിച്ച് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങളെങ്കിലും രക്ഷിതാക്കൾക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. തന്റെ പ്രിയപ്പെട്ട കുട്ടി ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന കുട്ടിയാണ് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വിദഗ്ധ സംഘം പരിശോധിച്ച് ഈ കുട്ടിയുടെ എല്ലാ സാധ്യതകളെയും വെച്ചുകൊണ്ട് ഒരു ഡെവലപ്മെന്റൽ പ്ലാൻ, ഒരു കെയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ രക്ഷാകർത്താവിന് കൈമാറേണ്ടതാണ്. അതാണ് സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം. അത് ആരൊക്കെ ചേർന്നാണ്? സമൂഹത്തിലെ പൊതുസമൂഹമല്ലല്ലോ ചെയ്യുന്നത്. സമൂഹം അതിനായി ചുമതലപ്പെടുത്തിയ ഒരുപാട് സ്ഥാപനങ്ങൾ, ആരോഗ്യ വകുപ്പിനകത്ത്, മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്തും നമുക്ക് ആളുകളുണ്ട്. നമുക്ക് ധാരാളം സൈക്കോളജിസ്റ്റുകളുണ്ട് നാട്ടിൽ. ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള മേഖലയിൽ മാത്രമേ ആവശ്യത്തിന് ആളുകളില്ല. ബാക്കി എല്ലാ മേഖലയിലും സോഷ്യോളജിസ്റ്റുകളായാലും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും ഇത്തരം മേഖലയിലുള്ള ആളുകളൊക്കെ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടിക്ക് ഒരു കെയർ പ്ലാൻ കൊടുക്കുന്നുവെങ്കിൽ ആ രക്ഷാകർത്താവിന് യാഥാർത്ഥ്യബോധത്തോട് ജീവിക്കാൻ പറ്റും. ഇത്രയൊക്കെ കഴിവുകൾ എൻ്റെ കുട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇത്രയൊക്കെ പരിമിതികൾ ഞാൻ അനുഭവിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടി അനുഭവിക്കേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും ഇല്ല. ചില സ്ഥലത്തേക്ക് രക്ഷിതാവ് തന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചും തന്റെ മാനസിക സ്ഥിതിക്കനുസരിച്ചുമൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ കെയർ പ്ലാൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കുറ്റം തന്നെയാണ്. കാരണം രക്ഷാകർത്താവിനോട് യാഥാർത്ഥ്യബോധത്തോട് കൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന കാര്യങ്ങളിൽ സാധ്യതയുണ്ട്, ഇന്ന കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. ഇനി അങ്ങനെയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ആവശ്യമായ ചികിത്സ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത ഒരുപാട് ചികിത്സയ്ക്ക് പോവുകയും പണം ചെലവഴിക്കുകയും ചിലപ്പോഴെങ്കിലും അപകടകാരിയായ ചികിത്സ വിധേയരാവുകയും ഒക്കെ ചെയ്യുന്ന ഒഴിവാകും. ഒപ്പം ഈ കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കും. അപ്പൊ നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ, നല്ല തൊഴിൽ പരിശീലനം കൊടുത്താൽ, നല്ല മാനസിക പിന്തുണ കൊടുത്താൽ ഈ കുട്ടിക്ക് സ്വന്തം ജീവിതത്തെ ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് രക്ഷിതാവിനോട് നമുക്ക് പറയേണ്ടത്. അതാണ് ഒരു സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരളത്തിൽ ഇത് പറയാൻ കാരണം നമ്മൾ ആ രീതിയിലുള്ള ഒരു വളർച്ച കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും റേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. ലോകത്ത് ഒരിടത്തും ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല. മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനം. മുഴുവൻ മനുഷ്യർക്കും സൗജന്യമായി ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ ആശുപത്രികളുള്ള, അവിടെയൊക്കെ തന്നെ ഡോക്ടറും നഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെയുള്ള ലോകത്തിൽ തന്നെ അപൂർവമായ സ്ഥലമാണ്. വികസിത രാജ്യങ്ങളും ഇതിനേക്കാൾ സൗകര്യങ്ങളുള്ള രാജ്യങ്ങളും ഒക്കെ വേറെ ഉണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് മറ്റൊരു കാര്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി എല്ലായിടത്തും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ സ്കൂളുകളുണ്ട്. ഒരുപക്ഷെ എല്ലാ കുട്ടികളും അവിടെയല്ല പോകുന്നതെന്നുള്ളത് എങ്കിൽ പോലും എല്ലാവർക്കും അവരവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങളുണ്ട്, അവിടെ അധ്യാപകരുണ്ട്, അത്യാവശ്യം ഭേദമായ രീതിയിലുള്ള വിദ്യാഭ്യാസമുണ്ട്. ഇത് വളർന്നു വന്നിട്ട് മുഴുവൻ മനുഷ്യർക്കും വീട് വേണം ആഗ്രഹത്തിലേക്ക് വീട് വെച്ചു കൊടുക്കുന്നിടത്തേക്കും ഒരു ദാരിദ്ര്യം കൊണ്ട് മനുഷ്യര് പട്ടിണി കിടക്കരുത് എന്ന രീതിയിൽ അതിദാരിദ്ര്യ പരിപാടികളിലേക്ക് ഒക്കെ കടന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ. അതൊക്കെ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അതിന്റെ കൂടെ വേണ്ട ചില ചിന്തയായിരുന്നു ഇത്തരത്തിലുള്ള വലിയ പരിമിതികൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക. കാരണം അവര് നിസ്സഹായരാണ്. ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ചിലപ്പോഴെങ്കിലും രണ്ടാമത്തെ കുഞ്ഞും മൂന്നാമത്തെ കുഞ്ഞും അത്തരത്തിലുള്ള പ്രയാസങ്ങളോടുകൂടി വരുന്നതോടുകൂടി ആ കുടുംബത്തിന്റെ ദുരന്തം പൂർത്തിയാവും. ഒരാൾക്ക് എന്തായാലും പക്ഷേ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാള് അച്ഛനോ അമ്മയോ ജോലിക്ക് പോകാതെ ഈ കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ കഷ്ടപ്പാടുകളുടെ ഇന്റൻസിറ്റി കൂടി വരിക. ദാരിദ്ര്യമായി, ശുഭാപ്തി വിശ്വാസമില്ലാതായി, ജീവിതത്തിൽ സന്തോഷമില്ലാതായി,
അവരുടെ വീട്ടിലേക്ക് പലരും വിരുന്നു വരാതായി, അവരെങ്ങോട്ടും പോകാതായി. അങ്ങനെ അവർ സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടും. ഒരു സമൂഹം അപ്പോഴാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. ഞങ്ങളും ഉണ്ട് കൂടെ. പലപ്പോഴും നമ്മുടെ ഒരു അനുഭവം, റെസ്പൈറ്റ് ഹോം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ഇങ്ങനെ 20-25 കൊല്ലം ഒരു കുട്ടിയെ വളർത്തിയ ഒരു കുടുംബം അപ്പോഴേക്ക് ഏതാണ്ട് ആ രക്ഷിതാക്കൾക്ക് ഒരു 50 വയസ്സോളം ആയി. അത്രയും കാലം അവരുടെ ജീവിതത്തിൽ യൗവനത്തിൽ അവർ വിവാഹം കഴിച്ച് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർ ഒരിക്കൽ പോലും പിന്നീട് ഒരുമിച്ച് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര പോയിട്ടുണ്ടാവില്ല. ഒരുമിച്ച് അവരൊരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. കാരണം ഈ കുട്ടിയെ അവർക്ക് മാനേജ് ചെയ്യാൻ ഒരാൾ വീട്ടിൽ നിന്നേ പറ്റുള്ളൂ. അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ പിന്നീട് അവരുടെ ജീവിതം ഒരുമിച്ച് അവർക്ക് ഇല്ല. ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും അവർ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങൾ ഇത്രയും കാലം ഈ കുട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ ഒരു 2 ദിവസം ഞങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയി വരട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടിയെ ഒന്ന് സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതൊക്കെ അല്ല യഥാർത്ഥത്തിലുള്ള ഒരു മാർഗം. സ്റ്റേറ്റിന് അതിനൊരു മാർഗം ഉണ്ടാവേണ്ടതാണ്. റെസ്പൈറ്റ് ഹോം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംവിധാനം, ഒരു 4 ദിവസം ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള സംവിധാനം യഥാർത്ഥത്തിൽ നാട്ടിൽ ആവശ്യമാണ്. ജില്ലയിൽ ഒരെണ്ണം അല്ലെങ്കിൽ നമുക്ക് ആദ്യം ആലോചിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവശ്യമാണ്. നമുക്കിപ്പോൾ പട്ടികളെ പോലും ഏൽപ്പിക്കുന്നതിന് വേണ്ടി സംവിധാനമുണ്ട്. ഗൃഹനാഥൻ ടൂർ പോകുന്ന സമയത്ത് പട്ടികളെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കെന്നൽ ഹോമുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന, ജീവിതത്തിൽ ദുരിതം മാത്രം അനുഭവിച്ച ആ ദമ്പതികളുടെ മക്കളെ ഒന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. അവിടെയാണ് നമ്മുടെ ഒരു വലിയ സാമൂഹ്യ നീതിയുടെ പ്രശ്നം. മറ്റൊന്ന് അതുപോലെ തന്നെ മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുള്ള, വലിയ പരിമിതിയുള്ള, ഓട്ടിസം ബാധിച്ചിട്ടുള്ള, സ്വന്തമായി ജീവിച്ചു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയുടെയും പിന്നീടുള്ള വലിയ ഒരു അവധി ഞങ്ങൾ എങ്ങനെ മരിക്കും എന്നതാണ്. കാരണം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ആര് നോക്കും, പ്രത്യേകിച്ചും പെൺകുട്ടിയാണെങ്കിൽ. അപ്പോ ആ ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഭരണകൂടം അല്ലെങ്കിൽ സമൂഹം പറയേണ്ടത്, പ്രശ്നമില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് കാലശേഷം ഈ മക്കളെ ഞങ്ങൾ നോക്കും എന്ന് പറയാൻ സാധിക്കണം. അത്തരത്തിലുള്ള ധാരാളം മക്കളുണ്ട്. ആ മക്കളെ മുഴുവൻ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് നോക്കാൻ ബാധ്യതയുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാമ്പത്തിക അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പല മാർഗങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പൊ ഈ ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം ഉടനീളം ഇവരുടെ ജനനം മുതൽ ഇവരുടെ മരണം വരെ കാണാൻ പറ്റും. അതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏക കാര്യം. നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ സമൂഹം ആ തരത്തിൽ ഈ പരിമിതികളുള്ള ആളുകളോട് നീതി കാണിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ സമൂഹമല്ല, അതും നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളിലും സർവേകളിലും സെൻസസിലും ഒക്കെ തന്നെ 3% പേര് പലതരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവരാണ്. അത് പഴയ കാലത്തെ 6-7 ഡിസബിലിറ്റിയെ കണ്ടിരുന്ന ഒരു കാലത്താണ്. ഇന്നിപ്പോ RPWD ആക്ട് എന്ന് പറയുന്ന 2016 ഭിന്നശേഷി നിയമത്തില് 21 കാറ്റഗറി പറയുന്നുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ട്, മറ്റ് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, നാഡീപരമായ പ്രശ്നങ്ങളുണ്ട്. അത്ര എല്ലാ കാറ്റഗറിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ 21ഓളം ഇനം ആയിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ 21 ഇനത്തിൽ ഉൾക്കൊള്ളുന്നൊന്നും അല്ല ഇക്കാര്യം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന, സാധാരണ ഓട്ടിസം എന്ന് പറയുന്ന, ASD എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഒരു വിഭാഗം മാത്രമായിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഓട്ടിസം കേസുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കേസുകൾ വ്യത്യസ്തമാണ്. അപ്പോ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ 21 കാറ്റഗറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 21 തരം ഭിന്നശേഷിക്കാരല്ല ഉള്ളത്, ആയിരക്കണക്കിന് തരത്തിലുള്ള ഭിന്നശേഷിക്കാർ. ഈ ഭിന്നശേഷിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ശതമാനമല്ല. ലോകത്ത് എവിടെയും പറയുന്നത്, എല്ലാ ലോകരാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട്. 10 മുതൽ 15% വരെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി. നമ്മുടെ നാട്ടിലുള്ള വാർദ്ധക്യത്തിന്റെ കണക്ക് കൂടി എടുത്താൽ, കേരളത്തിലെ ചില സെൻസസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ 2030 കേരളത്തിലെ 30%-ലധികം ആളുകൾ വാർദ്ധക്യം ബാധിച്ചവരായി. വൃദ്ധജനങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ഇവരെ എല്ലാം തന്നെ നമുക്ക് പരിചരിക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തിന്റെ ഒരു അനുപാതവും നിങ്ങൾക്ക് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവാവും യുവതിയും വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാവും. രണ്ടുപേരുടെയും അച്ഛനും അമ്മയും. ഇവര് ഒരു ഏക മകനും ഏക മകളുമാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചാൽ അവർ കുടുംബമായി ജീവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവര് സംരക്ഷിക്കേണ്ട 4 രക്ഷിതാക്കളുണ്ടാവും. ഇനി അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ, അതും ഒറ്റ കുട്ടിയാണ്, ഒരു കുഞ്ഞാണ് ഉണ്ടാകുന്നതെങ്കിൽ, ആ കുഞ്ഞ് വലുതായി വരുമ്പോഴുള്ള ഒരവസ്ഥ, ആ കുഞ്ഞിന്
വാർദ്ധക്യം ബാധിച്ച 4 രക്ഷിതാക്കളും അത്രയ്ക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടില്ലാത്ത എന്നാൽ വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ വേറെ 2 രക്ഷിതാക്കളുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി 6 പ്രായം ചെന്ന ആളുകളെ പരിചരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇനി വളരെ വ്യാപകമാണ്. കാരണം നമ്മുടെ റേഷ്യോ അങ്ങനെയാണ് പോകുന്നത്. 90 വയസ്സ് വരെയും 100 വയസ്സ് വരെയും ഒക്കെ ഏറെക്കുറെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുള്ളത് കൊണ്ട്, മരുന്നിന്റെയും മറ്റു ചികിത്സയുടെയും ഒക്കെ ബലത്തിൽ ജീവിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് ഓരോ വ്യക്തിയും 6 വാർദ്ധക്യത്തെ പരിചരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വ്യക്തിക്ക് മാത്രമായിട്ട് സാധ്യമല്ല. ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് ഇതിന് വലിയൊരു സംവിധാനം ആവശ്യം. ഇതിന് ജനനം മുതൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ജനിക്കാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ വളരെ വലിയ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയ ഒരു കുട്ടിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ആ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടി ജീവിതാവസാനം വരെ ജീവിതം അനുഭവിക്കുകയും അവരുടെ രക്ഷിതാക്കൾ ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതേസമയം ഗർഭാവസ്ഥയിലുള്ള ഒരു ഭ്രൂണത്തെ കൊല്ലുന്നതിനകത്തുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ എവിടെയാണ് ഒരു സമൂഹം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏർലി ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. വളരെ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതിന് ആവശ്യമായ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരേണ്ടതുണ്ട്. ആവശ്യമായ ചികിത്സ ലഭിക്കണം. പല ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് നിരന്തരമായ മരുന്ന് ആവശ്യമാണ്. ആരാണ് ഇവർക്ക് നിരന്തരമായി മരുന്ന് കൊടുക്കുക? നിരന്തരമായ ഡയപ്പർ ആവശ്യമാണ് ചിലപ്പോൾ, ചെറിയ പ്രായമുള്ള മുതൽ. അങ്ങനെ തീർത്തും കിടപ്പിലായ നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിൽ ശരാശരി ഒരു 30 പേരെങ്കിലും ശാരീരികമായ മാനസികമായ പരിമിതികൾ കൊണ്ട് ജന്മനാ തന്നെ പ്രശ്നങ്ങളുള്ള ആളുകൾ ഇപ്പോൾ വീടുകളിൽ കിടക്കുന്നുണ്ട്. അത് വാർദ്ധക്യം കൂടി വരുമ്പോഴേക്ക് അതിന്റെ എണ്ണം വീണ്ടും കൂടും. അപകടങ്ങൾ കൊണ്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചവരും വാദം സ്ട്രോക്ക് വന്ന് കിടപ്പിലായ കൂടി വരുമ്പോഴേക്ക് അതിന്റെ എണ്ണം വീണ്ടും കൂടും. ഈ മനുഷ്യരൊക്കെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ 2 3 വീട് അപ്പുറമുള്ള വീടുകളിൽ ഇവരെല്ലാം ജീവിക്കുന്നുണ്ട്. നരകതുല്യമായ ജീവിതം ജീവിക്കും. അവർക്ക് രോഗമുണ്ട്, വേദനകളുണ്ട്, മറ്റൊരുപാട് പ്രയാസങ്ങളുണ്ട്. മനുഷ്യന്റെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അവര് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കൂടെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അറിയുന്ന ഒരു ബോധ്യം നമ്മുടെ ഇപ്പൊ വലിയ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവാണല്ലോ. എല്ലാ മുന്നണികളും പ്രകടന പത്രികയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവാം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇത്തരം മനുഷ്യരെ ഏറ്റെടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് എന്നൊരു യാഥാർത്ഥ്യബോധത്തോട് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു അനുഭവം. ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, ഇവർക്ക് കൊടുക്കേണ്ട തെറാപ്പിയെ കുറിച്ച്, ഇവർക്ക് കൊടുക്കേണ്ട ചികിത്സയെ കുറിച്ച്, അത്തരം കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെയാണെന്ന് തോന്നുന്നു സമയം. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറെക്കുറെ സമയത്തിലേക്ക് കടന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷനും ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ആമുഖമായിട്ട് ഒത്തിരി പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇത്രയും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇത്രയും അധികം മനുഷ്യർ നമുക്കിടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കൊക്കെയും ആവശ്യമാണ്. അതനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും സപ്പോർട്ട് സംവിധാനങ്ങളും ആവശ്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി പുതിയ തലമുറ അതിന് ചില പിന്തുണകൾ നൽകുകയും അതിനുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ഒക്കെയാണ് വേണ്ടതെന്ന് തോന്നുന്നു. നമുക്കത് സാധിക്കും. അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. എല്ലാവർക്കും രക്ഷ കൊടുക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും എല്ലാവർക്കും ചികിത്സ കൊടുക്കുകയും എല്ലാവർക്കും വീട് കൊടുക്കാൻ ശ്രമിക്കുകയും എല്ലാവരുടെയും പട്ടിണി മാറ്റുമെന്ന് ഭരണകൂടം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആർക്കെങ്കിലും ഒരു വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം വന്നാൽ കോടികൾ ഒരൊറ്റ ദിവസം കൊണ്ട് തിരിച്ചെടുത്തുകൊണ്ട് അവരുടെ ചികിത്സയിലേക്ക് ഇടപെടാനും മറ്റൊക്കെ ഉള്ള മഹാമനസ്കത കാണിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ള സംസ്ഥാനമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ഇപ്പോഴും കുറച്ച് ചാരിറ്റി സംഘടനകൾക്കും സർക്കാരിന്റെ ചില പരിപാടികൾക്കും മാത്രം വിട്ടുകൊടുത്തിട്ട് അതിനെ ഒരു വലിയ ഗൗരവത്തോട് കാണുന്നില്ല എന്നുള്ളതാണ് ഈ രംഗത്ത് കുറച്ചു കാലമായി തോന്നൽ. നിങ്ങൾക്ക് പ്രതികരിക്കാം. ആ തോന്നൽ പങ്കുവെച്ചുകൊണ്ട് തുടർന്ന് ഞാൻ എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപെടലുകളോ ചോദ്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം. ഹലോ സർ. ഓക്കെ, പറയൂ.
എന്റെ പേര് നീതു. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുഞ്ഞു മക്കൾക്ക് അവര് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഈ പേരൻസിന് അവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം ഈ കുട്ടികളെ നല്ലോണം പരിപാലിക്കാൻ യെസ്, വേണ്ടിയിട്ട്. അപ്പം അതെ, അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? യെസ്. മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നീതുവിന്റെ ചോദ്യത്തിലേക്ക് കടക്കണം? നമുക്ക് ആകെ എത്ര സമയമുണ്ട്? അതിന്റെ ഹോസ്റ്റ് ചെയ്യുന്നവരൊന്ന് പറയാമോ? ഹലോ, ഓക്കെ, ഞാൻ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ചോദ്യം ചോദിച്ച ആൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, നീതു. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് മാത്രം അങ്ങനെ ചോദ്യം വരാനുള്ള കാരണം ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ നീതുവിന്? ആരെങ്കിലും പരിചയത്തിലുണ്ടോ? തീർച്ചയായിട്ടും സാർ. ഞാൻ +2 പഠിച്ച സമയത്ത് എൻ്റെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അവളെ രണ്ട് പേരൻസ്, അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പം സ്വന്തം ജോലികൾ ഉപേക്ഷിച്ചാണ് ഇവളെ നല്ലോണം കെയർ അതെ, ചെയ്യണം. എപ്പോ വേണോ ഈ കുട്ടി എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമെങ്കിലും അരമണിക്കൂർ കഴിയുമ്പോൾ പുള്ളിക്കാരി നല്ല വയലന്റ് ആവും. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ തന്നെ കരഞ്ഞുകൊണ്ട് സാറിന്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവമുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഈ പേരൻസിന്റെ യെസ്, മൈൻഡ് സെറ്റ് ഹെൽത്ത് ആയിട്ട് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പ്രത്യേകിച്ചും ഓട്ടിസത്തെ സംബന്ധിച്ചോളം, ഓട്ടിസം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെക്ട്രമാണ്. പലതരത്തിലുള്ള ഓട്ടിസം ഉണ്ട്. ചിലരെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാവാം. അതൊക്കെ പക്ഷെ വളരെ അപൂർവമാണ്. ഓട്ടിസം ഉള്ള കുട്ടികളെല്ലാം നന്നായിട്ട് പാട്ട് പാടുമെന്നോ അവരെല്ലാം നന്നായി ചെസ് കളിക്കുമെന്നൊക്കെയാണ് ചിലരുടെ വിചാരം. അങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓട്ടിസം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉള്ളത്. ഒന്ന്, സോഷ്യലൈസേഷൻ സാധ്യമല്ല എന്നതാണ്. അവർ സാമൂഹ്യമായി അവർ നിൽക്കുന്നേ ഇല്ല. ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലക്ക് ഒരു ശരീരം ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ട്. പക്ഷെ ഒരു പഞ്ചേന്ദ്രിയ സംവേദനത്തെയും അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ നമ്മളെ കാണുന്നുണ്ടെന്നാണ്. പക്ഷെ അവരെ നമ്മളിലേക്ക് കാഴ്ചയെ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ നമ്മളെ കാണുകയില്ല. നമ്മൾ പറയുന്നു, അവരോട് ഉറക്കെ നമ്മൾ പറയുന്നു. നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇവർ കേൾക്കാത്തത് എന്നുള്ളത്. കാരണം ചെവിയിൽ വന്ന ശബ്ദത്തെ തലച്ചോറ് അതിന്റെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമാണല്ലോ നമുക്കത് ശബ്ദമായിട്ട് കിട്ടും. ആ ഒരു പ്രക്രിയ പലപ്പോഴും അവിടെ ഒരു സെൻസറി ഇന്റഗ്രേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ കുട്ടികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ചെയ്യുന്നത് ആവർത്തിച്ചുള്ള ഇടപെടലിലൂടെ ഏതെങ്കിലും തരത്തിൽ അവരെ ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുറെയൊക്കെ പല ശബ്ദങ്ങളിലേക്കും പല വെളിച്ചങ്ങളിലേക്കും പല കാഴ്ചകളിലേക്കും പലതരത്തിലുള്ള പല അനുഭവങ്ങളിലേക്കും ഒക്കെ അവരെ കൊണ്ടുവന്ന് സെൻസറി ഇന്റഗ്രേഷന്റെ ചെറിയ സാധ്യതകളെങ്കിലും ഉണ്ടാക്കിയെടുക്കും. ആ ചെറിയ സാധ്യതകൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സാധ്യമാവുന്ന ഒരു കാര്യം, അപ്പോഴും ഇവരെ സ്കൂളിൽ പോയിട്ട് ചിലപ്പോൾ അവിടുത്തെ സബ്ജക്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മറ്റു തരത്തിലുള്ള വ്യക്തി ജീവിതം ജീവിക്കാനോ ചിലപ്പോൾ സാധിച്ചുള്ളതല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കും. അവർക്ക് അവരുടെ ഒരു ജീവിതം മാനേജ് ചെയ്യാം. അവരെ വസ്ത്രം ധരിക്കാൻ, ശരീരം ശുചിയായിട്ട് സൂക്ഷിക്കാൻ, ബാത്റൂമിൽ പോകാൻ, കുളിക്കാൻ, മറ്റുള്ള ആളുകളുടെ ഇടയിൽ ബിഹേവ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ആണ് പഠിപ്പിക്കുക. ആ മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ പാരന്റ്സിന് വേണ്ട പിന്തുണ. പാരന്റ്സിനും അത് മനസ്സിലാവും. അതിന്റെ കുട്ടി വളരും, കുട്ടിയുടെ ശരീരം വളരും, മനസ്സ് വളരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ വരും. അത് ചിലപ്പോഴെങ്കിലും മനസ്സിന് പിടിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാവും. മറ്റാളുകളുടെ മുമ്പിൽ വെച്ച് അവർ മോശമായി പെരുമാറിയെന്ന് വരും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഇത്തരം കാര്യങ്ങൾക്കുള്ള ബിഹേവിയർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ തെറാപ്പി ഇവർക്ക് ആവശ്യമാണ്. സൈക്കോളജിസ്റ്റിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഈ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ ആവശ്യമാണ്. മോഡിഫിക്കേഷൻ മാത്രമാണ് സാധ്യമാകുന്നത്. പിന്നെ ഹോമിയോ മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സ നടത്തിയിട്ട് അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി നടത്തിയിട്ടൊക്കെ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരാറുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതികളല്ല. ആളുകളെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും രംഗത്തിറങ്ങുന്നത് മാത്രമേ. ഓട്ടിസത്തെ സംബന്ധിച്ചോളം അത് മാനേജ് ചെയ്യാൻ പറ്റും ഏറെക്കുറെ അല്ല. വളരെ സിവിയർ കേസിലാണെങ്കിൽ ചിലപ്പോൾ അതിനുമൊക്കെ സാധ്യതകൾ കുറഞ്ഞെന്നിരിക്കും. അപ്പൊ അവരൊരു മനുഷ്യ ജീവി എന്ന് നമ്മൾ പറയുന്ന മാത്രമേ, മനുഷ്യാകൃതിയിലുള്ള ഒരു ജീവനുള്ള ഒരു സെറ്റപ്പ് മാത്രമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യ സ്വഭാവമോ അതിന്റെ ബിഹേവിയർ പാറ്റേണോ ആയിരിക്കില്ല. അപ്പൊ കഴിയുന്നത്ര അവരെ ആ തരത്തിലുള്ള ഒരു മനുഷ്യ സമൂഹത്തിനിടയിൽ ജീവിക്കാൻ പറ്റുന്ന കൊണ്ടുവരിക എന്നതാണ്
പിന്നെ സാധ്യമാവുക. അതിന് പറ്റുന്ന ധാരാളം തെറാപ്പി കേന്ദ്രങ്ങളും തെറപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ കഴിയുന്നതും രക്ഷിതാക്കളെ അവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നതാണ്. പലപ്പോഴും നീതു പറഞ്ഞതുപോലെ തന്നെ ഈ പാരന്റ്സിന് രണ്ടുപേർക്കും അവരുടെ ജോലി വരെ ഉപേക്ഷിച്ച് ഈ കുഞ്ഞിന് വേണ്ടി മാത്രമായി ജീവിക്കേണ്ടി വരാം. അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നമുള്ളത്. അങ്ങനെ ഈ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുകൾക്ക് അവരനുഭവിക്കുന്ന വലിയ മാനസിക പ്രശ്നങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ഒരു പിന്തുണ സമൂഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ആ രക്ഷാകർത്താവിനെ സംബന്ധിച്ചോളം ഇപ്പൊ നീതു പറഞ്ഞ തരത്തിലുള്ള കുട്ടിയുടെ രക്ഷാകർത്താവിനെ സംബന്ധിച്ചോളം അവരെപ്പോഴുമുള്ള അവരുടെ രാതി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട്? അപ്പൊ അവിടെ ആണ് ഭരണകൂടം ഒരു അഷുറൻസ് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ രക്ഷിതാക്കൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് തീരെ ഇവരെ നോക്കാൻ കഴിയാത്ത രീതിയിൽ വാർദ്ധക്യം കൊണ്ട് അവർ ദുർബലരാകുകയോ അവർ രോഗം കൊണ്ട് അവശരാകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞ് സ്റ്റേറ്റിന്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ ഭരണകൂടം അവരെ ഏറ്റെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവരെ പരിചരിക്കുന്ന കേന്ദ്രങ്ങൾ തന്നെ, അതൊരു കേവലം കൊണ്ടുപോയിട്ട് ഒരു മുറിയിലിട്ട് കൂട്ടുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ ഭാവി ജീവിതം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ വേണം. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ, ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അതിനുള്ള മറുപടി അത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടോ? താങ്ക് യു സർ. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നവരാരെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ? എത്ര സമയമാണെന്ന് ഉദ്ദേശിക്കുന്നത്? സർ നമുക്കിപ്പം 8 വരെ ടൈം ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് 8 o'clock വരെ ടൈം ഉണ്ട് സർ. ബട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ ഒരു വലിയ പ്രഭാഷണ വിഷയമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. സാർ, ഇപ്പൊ ഒരു കുട്ടി 6 ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് പ്രായമുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞല്ലോ സാർ, അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? സോറി, എന്തായിരുന്നു പറഞ്ഞ? 6 സാർ, ഒരു കുഞ്ഞ് വീട്ടിലുള്ള അവരുടെ അദ്ദേഹത്തിന്റെ പേരൻസിന്റെ മാതാപിതാക്കൾ അങ്ങനെ 6 പേരെ നോക്കുന്ന ഒരു കൺസെപ്റ്റ് സാറ് പറഞ്ഞിരുന്നല്ലോ ഇതിന്റെ ഇടയ്ക്ക്. അതൊന്ന് സാറിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? അല്ല, അത് കേരളത്തിലെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചും കൂടിയാണ് നമ്മളത് പറയുന്നത്. ഇത് ലോകത്ത് പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രക്ഷിതാവിന് ഒരു അച്ഛൻ അമ്മ, അമ്മയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നു, ഒരു ആൺകുട്ടി, മറ്റൊരു അച്ഛൻ അമ്മ അവർക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നു. മിക്കവാറും വീടുകളിൽ ഒരു കുട്ടിയൊക്കെ ഉള്ളൂ. ഇവര് തമ്മിൽ വിവാഹിതരാകുന്നതോടുകൂടി ഈ ദമ്പതികൾക്ക്, ഈ യുവാവിനും യുവതിക്കും കൂടി ചേർന്ന് 4 പാരന്റ്സ് ഉണ്ട്. അത് 2 വീട്ടിലെയും അച്ഛനും അമ്മയും. സ്വാഭാവികമായും പിന്നീട് ഈ പാരന്റ്സിനെ ഇവർ കെയർ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഒരു സാമൂഹ്യ നീതിബോധം വെച്ച്. അത് കഴിഞ്ഞ് തമ്മിലുള്ള വിവാഹത്തിൽ ഇവർക്ക് മറ്റൊരു കുഞ്ഞുണ്ടാവുന്നു, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടാവുന്നു, ഒരു കുട്ടിയുള്ളൂ വിചാരിക്കാം. ആ കുട്ടി വളർന്ന് ഒരു യുവാവായി വന്ന് ജോലി അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് അയാളെ സംബന്ധിച്ചോളം അയാളുടെ ആയിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛന്റെയും അമ്മയുടെയും അച്ഛനും അമ്മയും ഉണ്ടാവും. അവർ വളരെ പ്രായം ചെന്നവരായിരിക്കും. ചിലപ്പോൾ 100 വയസ്സിനും 90 വയസ്സിനും ഒക്കെ ഇടയിലുള്ളവരായിരിക്കും. ഇയാളുടെ അച്ഛനും അമ്മയും അതുപോലെ ഉള്ള ഒരു റേഞ്ചിലായിരിക്കും അവരുണ്ട്. അപ്പൊ ഇനി മുതൽ ഒരു പക്ഷേ കേരളത്തിലെ ഈ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന ഈ കുറവ് കാരണം സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു യുവാവിനോ അല്ലെങ്കിൽ ഒരു യുവതിക്കോ അവർ ഒരു ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടെത്തിയാൽ പോലും അവരുടെ ജോലിയുടെ വരുമാനം കൊണ്ട് മാത്രം അവർക്ക് ഈ 6 വാർദ്ധക്യങ്ങളെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടി വന്നു ചേരാനിടയുണ്ട്. ഇത് ജപ്പാനിലും കൊറിയയിലും അതുപോലുള്ള പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നൊക്കെയുള്ള സോഷ്യോളജിക്കൽ റിപ്പോർട്ടുകളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ അതനുസരിച്ച് ചെയ്യുന്നത് ഈ വാർദ്ധക്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം മക്കളുടേതാണ് എന്ന് ധാർമ്മികമായിട്ട് പറയാമെങ്കിൽ പോലും അത് വാർദ്ധക്യ ജനതയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം
യഥാർത്ഥത്തിൽ സ്റ്റേറ്റും കൂടെ ചേർന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അവരുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ പൊളിറ്റിക്കലായ തന്നെയുള്ള ഉത്തരവാദിത്തമാണ്. അത് ഡിസബിലിറ്റിക്കും ബാധകമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ മാത്രം കുട്ടിയാവുമ്പോഴാണ് ഈ സമൂഹത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളത്. ഡിസബിലിറ്റിയുടെ അളവും നമുക്ക് അങ്ങനെ കുറയ്ക്കാനോ കഴിയില്ല. ഇപ്പൊ ഒക്കെ കുറേയും കൂടി ഗർഭകാല കൊണ്ടും പിന്നെ ഏർലി ഇന്റർവെൻഷൻ കൊണ്ടും ഒക്കെ അതിന്റെ കുറെ മാറുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അതേസമയം തന്നെ ഓട്ടിസം പോലെ എണ്ണത്തിൽ കൂടുതലായി വരുന്നതിനെ കുറിച്ച് പറയുന്നു. ബ്ലൈൻഡ്നെസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഴയ അത്ര അളവിലില്ല. കാരണം നല്ല ചികിത്സ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നല്ല മരുന്നുകളുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട് എന്നുള്ളത് കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയും. എങ്കിൽ പോലും ലോകത്തെവിടെയും ഈ ഡിസബിലിറ്റി ബാധിച്ച അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ എണ്ണവും ശതമാനവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടോട്ടൽ ശതമാനം. അങ്ങനെ വരുമ്പോൾ ഈ ആളുകൾക്ക് പരിചരണം കൊടുക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത്, കാരണം നമ്മൾ ഭരണകൂടം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പല കാര്യങ്ങളും വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളായാലും നമ്മുടെ മറ്റ് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോലീസ്, കോടതി, പട്ടാളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭരണകൂടം ശ്രദ്ധ പുലർത്തുന്നു. അതുപോലെ ശ്രദ്ധ പുലർത്തേണ്ട, അതിനേക്കാൾ വലിയ മാനവികതയോടുകൂടി ഇടപെടേണ്ട ഒരു മേഖലയാണ് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട മേഖല. കാരണം കുറെ മനുഷ്യർ തിരിച്ചുപോയി. അത് അവരുടെ കുറ്റമല്ല, അവരുടെ രക്ഷിതാക്കളുടെയും കുറ്റമല്ല, സമൂഹത്തിന്റെ കുറ്റമാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു ബാധ്യത സമൂഹത്തിന്, അത് വാർദ്ധക്യത്തിന്റെ അവശതയായാലും ശരി, ജന്മനാ സംഭവിക്കുന്ന കാര്യങ്ങളായാലും മറ്റു തരത്തിലും. എത്രയോ പേര് നമ്മുടെ നാട്ടിൽ നിരന്തരമായി വാഹനാപകടങ്ങൾ നടക്കുന്നു. വാഹനാപകടത്തിൽ ഇത്ര പേര് മരിച്ചു, ഇത്ര പേര് പരിക്കേറ്റ കാര്യം മാത്രമാണ് നമ്മൾ വാർത്തയായിട്ട് അറിയുന്നത്. മരിച്ച കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും വലിയ വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ ആളുകൾ എന്ന് പറയുന്നവർക്കെല്ലാം തന്നെ കരുതൽ പോലും അല്ലെങ്കിൽ മറ്റു യാത്രയിലാണെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് കിടപ്പിലായ ആളുകളുടെ എണ്ണം കേരളത്തിൽ വളരെ വലുതാണ്. ഓരോ വർഷവും അതിന്റെ എണ്ണം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മാത്രം നമ്മൾ നാട്ടുകാരെ കുറിച്ച് സംസാരിക്കും. അയാളുടെ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് പാവം ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അയാളെ മറന്നു പോകും. അങ്ങനെ ഒരാൾ ആ വീട്ടിൽ കഴിഞ്ഞ 24 കൊല്ലമായി കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതാണ് നമ്മുടെ അവസ്ഥ. അതിനാണ് സമൂഹത്തിന്റെ ഇടപെടൽ ജാഗ്രത വേണമെന്ന്. ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് അവസ്ഥ. പോസ്റ്റ്മാൻ പോലും അറിയുന്നുണ്ടാവില്ല, അവിടെ കത്ത് കൊണ്ടുവരുന്ന ഒരാൾ അറിയില്ല, അല്ലെങ്കിൽ അവിടെ വോട്ട് ചോദിക്കാൻ വരുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അറിയത്തില്ല. ആ വീട്ടിൽ ആളുകൾ പോലും ചിലർ മറന്നു പോയിട്ടുണ്ടാവും. അകത്തെവിടെയോ മുറിയിൽ ഇങ്ങനെ 20 വർഷമായിട്ട് അനങ്ങാനാവാതെ കിടക്കുന്നുണ്ടാണ്. അയാൾ അവിടെ കിടക്കുന്നു എന്നുള്ള വീടിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അവർ കെയർ കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അയാളെ ശുചിയാക്കണം, അയാളുടെ ആവശ്യങ്ങൾക്ക് ഒക്കെ ഒപ്പം നിൽക്കണം. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, അതിന് അത്രയൊന്നും മാനസിക സ്ഥിതിയും ചിലപ്പോൾ ഉണ്ടാവില്ല കുറച്ചു കാലം കഴിഞ്ഞാൽ. നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള കനിവും ദയയും സഹതാപവും ഒക്കെ മനുഷ്യർക്ക് കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും. ഒരുതരം കുത്തുവാക്കുകളും ശകാരവും ഒക്കെ ആയിട്ട് ഉണ്ടാവുക. അവിടെ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചോളം ജീവിക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല, മരിക്കാനും സാധിക്കും. അത്രയും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തെ ആ അളവിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ, അതിനാവശ്യമായിട്ടുള്ള വിദഗ്ധരെ സൃഷ്ടിക്കാനോ, അവരെ ഡിപ്ലോയ് ചെയ്യാനോ, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കാനോ ഒക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടത്. അതാണ് ഞാൻ ഉന്നയിക്കുന്ന വാദം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഹലോ സാർ, ഞാൻ ശ്രീജ എന്നാണ് പേര്. കുറച്ചൊക്കെ പറയാമോ? ഹലോ ഹലോ സാർ, ഒന്ന് ഉറക്കെ പറയാമോ? പറഞ്ഞോളൂ. ഒന്ന് ബ്രേക്ക് ആവുന്നു അല്ലെ, സിഗ്നൽ പ്രശ്നമാണ്. ഫോൺ കാണാൻ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഇപ്പം ആ പൊസിഷൻ ഒന്ന് മാറി നിൽക്കാമോ? എനിക്ക് ഒട്ടും ക്ലിയർ ആയി, ബ്രേക്ക് ചെയ്താണ്. ഹലോ, ഞാൻ ശ്രീജ. ശ്രീജ, ചോദ്യം എനിക്ക് ഇടുന്ന ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യാമോ? ആ സമയത്ത് മറ്റാരെങ്കിലും ചോദിച്ചോ? ചോദിക്കാൻ എന്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ MA സൈക്കോളജി ഇഗ്നോയിൽ പഠിക്കുന്നതാണ്.
ഓക്കെ. സോറി ശ്രീജ, ചോദ്യം ക്ലിയർ ആവുന്നില്ല. ശ്രീജയാണ് എന്നുള്ളത് മനസ്സിലായി, പക്ഷെ ചോദ്യം മനസ്സിലായില്ല. ഞാൻ എന്റെ മൈക്ക് ഓൺ വെച്ചു. മറ്റാരെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിനോടുള്ള വിയോജിപ്പുമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതാവാം. ചോദ്യങ്ങൾ തന്നെ ആവണമെന്നില്ല, ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം എന്ന് നിൽക്കല്ലേ. സാർ ഞാൻ നീതു ആണേ. യെസ്, പറയൂ. സാർ നമുക്ക് സൊസൈറ്റിയിൽ വേണ്ട വിധത്തിലുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കുട്ടികള് മുൻനിരയിൽ എത്തിക്കാൻ ഇപ്പോ ആർട്സ് ആയാലും അവർക്ക് ഒരു ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് മറുവശത്ത് നല്ല ടാലന്റ് കാണും. അപ്പൊ അത് കണ്ടുപിടിച്ച് സമൂഹത്തിൽ കൊണ്ടുവരാനും സമൂഹത്തിലുള്ളവർ ബാധിച്ചവരല്ലേ. അപ്പൊ നമുക്കിതിനെ ഇത് പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ചെറിയൊരു കറക്ഷൻ കൂടി ആവശ്യമുള്ളത്, നമ്മുടെ പൊതുവിൽ സമൂഹത്തിനുള്ള ഒരു തോന്നല്, ഇപ്പൊ കണ്ണു കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വലിയ വേറെ കഴിവുണ്ടാവും, അയാൾ നല്ല പാട്ടുകാരനാവും എന്നൊക്കെ രീതി നമുക്കൊരു തോന്നലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പലരും കാണാറുണ്ട്. കുറേയൊക്കെ അത് ശരിയാണ്, പക്ഷെ പലപ്പോഴും അങ്ങനെയും ആയിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യരെ വളർത്തുന്നത് എക്സ്പോഷറാണ്. അപ്പൊ നമ്മളൊക്കെയും എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കിട്ടുന്ന അവസരങ്ങൾ, പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, പിന്തുണകൾ, പ്രോത്സാഹനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ്. അങ്ങനെ ധാരാളം എക്സ്പോഷർ കൊടുക്കാൻ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ പലരും വളർന്നു വരും. പക്ഷെ നമ്മുടെ സമൂഹം പൊതുവെ അങ്ങനെ ആളുകൾക്ക് വലിയ അവസരങ്ങൾ കൊടുക്കുന്നവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും അല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുന്നതോടുകൂടി സമൂഹം അവരെ അങ്ങ് കഴിയും, ചിലപ്പോഴെങ്കിലും. അപ്പോ ഈ പറഞ്ഞതിൽ പകുതിയോളം ശരി എന്ന് പറഞ്ഞാൽ നല്ല അവസരങ്ങൾ കൊടുത്ത്, നല്ല പിന്തുണകൾ കൊടുത്ത് കൊണ്ടുവന്നാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന്. അപ്പൊ അവർക്ക് അനുയോജ്യമായ ഒരു തൊഴിലിലേക്ക് എത്താൻ, അവർക്ക് അനുയോജ്യമായ ഒരു ജീവിതത്തിൽ പോകാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇത് വളരെ ശരിയാണ് ആ പറഞ്ഞത്. ഒപ്പം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളുന്നത്. അപ്പൊ നമുക്കിപ്പം ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യർ എന്ന് പറയുന്ന ആളുകളെ തന്നെ എടുത്തു നോക്കും. അവരിൽ പലർക്കും അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയ കഴിവുണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ലല്ലോ. ചില ആളുകൾ പാട്ടുപാടും, ചില ആളുകൾ ചിത്രം വരയ്ക്കും, ഒക്കെ ചെയ്യുമെങ്കിൽ പോലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കഴിവ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നെങ്കിൽ ഇത് പറഞ്ഞത് ശരിയാണ്, ആരെങ്കിലും നേരത്തെ കണ്ടെത്തുകയും അതിന് പിന്തുണ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. സമൂഹത്തിന്റെ അവയർനെസ് ഇല്ലായ്മയാണ് പ്രശ്നമെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. സമൂഹത്തിൽ ഇപ്പോൾ രക്ഷിതാക്കൾക്കാണെങ്കിൽ പോലും അവർക്കൊരു അവയർനെസ്സും ഇല്ലല്ലോ. അവർ ഈ കാര്യങ്ങളൊന്നും പഠിച്ചതിന് ശേഷമല്ലല്ലോ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹ ജീവിതത്തിന്റെ ഭാഗമായി 1-2 വർഷം കഴിയുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കുഞ്ഞ് ഇഷ്ടമാണെന്ന് 2.5 വയസ്സ് 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഓട്ടിസം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇപ്പൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഗർഭകാലത്ത് തന്നെയുള്ള സ്കാനിങ്ങിലൂടെ കുറച്ചൊക്കെ കണ്ടെത്താൻ പറ്റും. എങ്കിൽ പോലും അതിനൊന്നും പലപ്പോഴും പരിഹാരമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവര് സ്തബ്ധരായി പോകും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളതിൽ അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ദൈവവിശ്വാസികളൊക്കെ ആണെങ്കിൽ പോലും അവർ ആലോചിക്കുക, എന്റെ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്നു. ഇതിൽ ഈ തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ലോകത്ത് എവിടെയും ഉണ്ടാവുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ലോകത്തെവിടെയും. ഇന്ത്യയിൽ മാത്രമായിട്ട് ചില കാര്യങ്ങളിൽ, ഇപ്പോ ലെപ്രസി പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ വൃത്തി കുറവ് കൊണ്ടും നല്ല ചികിത്സ കിട്ടാത്തതുകൊണ്ടും ഒക്കെ ഉള്ള ചില രോഗസാധ്യതകളുണ്ട്. ശരിക്ക് കണ്ണിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ നേരത്തെ ചില എണ്ണം കൂടുതലുകളൊക്കെ ഉണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല, പല അവികസിത രാജ്യങ്ങളിലും ആ കാര്യങ്ങളിൽ പോലും ഇപ്പോൾ വ്യത്യാസം വന്നു. എന്നാൽ വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള ഓട്ടിസം പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ. കാരണം അത് കുട്ടികളുടെ വീടിന്റെ സാഹചര്യവും പ്രത്യേകിച്ചും ടെക്നോളജി ഉപകരണങ്ങളൊക്കെ ധാരാളം വരുമ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങളില്ലാതെ വരുന്ന പ്രശ്നം ഒക്കെ വീണ്ടും ഇതുപോലെയുള്ള ഗുരുതരമായ പല പ്രശ്നങ്ങളിലേക്ക് വരും. സമൂഹത്തിന്റെ ബോധ്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ബോധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പകരം എന്തെങ്കിലും വളരെ മിറക്കിളായിട്ട് മറ്റൊരു കഴിവുണ്ടാവും. ആ കഴിവ് കണ്ടെത്തിയാൽ മതി പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും സാധിക്കില്ല. അത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അങ്ങനെയൊക്കെ ആശ്വസിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും സാധിക്കാത്ത, എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ധാരാളം മനുഷ്യരും ഈ കൂട്ടത്തിൽ, അവരെയും കാണണം. താങ്ക് യു സർ. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള വിസിബിലിറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളെല്ലാം കല്യാണത്തിന് പോകുന്നവരാണ്. കല്യാണത്തിന് 500 600 ഒക്കെ ആളുകളെ നിങ്ങൾ മിക്ക സ്ഥലത്തും കാണുന്നുണ്ടാവും. വലിയ ഓഡിറ്റോറിയം നിറയെ ആളുകൾ. 1% ആളുകളെങ്കിലും മെസ്സേജ് വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നോക്കാം. പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാം. 1%ഓളം ആളുകളെങ്കിലും പലപ്പോഴും ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ടാകും. അത്ര ശതമാനക്കണക്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും വീൽ ചെയറിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മളാണ്. നിങ്ങളൊരു കല്യാണത്തിന് ചെല്ലുമ്പോൾ എത്ര പേരെ വീൽ ചെയറിൽ കാണുന്നുണ്ട്? എത്ര പേരെ നമ്മൾ പാർക്കിൽ വീൽ ചെയറിൽ കാണുന്നുണ്ട്? അപൂർവം ചില ആളുകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. രക്ഷിതാക്കളെയൊക്കെ കൊണ്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ വീൽ ചെയറിൽ പ്രായം ചെന്ന രക്ഷിതാക്കളെ കൊണ്ട് മലമുകളിൽ വരെ യാത്ര ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ട് നാട്ടിൽ, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ വളരെ അപൂർവമാണ്. അതിന്റെ ഒരു കാരണം ചില സോഷ്യൽ തടസ്സങ്ങളുണ്ട്, സ്റ്റിഗ്മയുണ്ട്. കാരണം കുട്ടിയെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ശാരീരികമായ വലിയ വൈകല്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീൽ ചെയറിൽ കുട്ടി ചെല്ലുന്ന സമയത്ത് എല്ലാവരും കൂടി ആ കുട്ടിയെയും രക്ഷിതാവിനെയും തുറച്ചു പോകും. വലിയ അസ്വാഭാവികമായ ഒരു കാര്യം കണ്ടതുപോലെ എല്ലാവരും നോക്കും. അപ്പൊ രക്ഷിതാവ് ആകെ പ്രയാസത്തിലാവും, ഈ ചെന്ന കുട്ടിയും ആകെ പ്രയാസത്തിലാവും. അപ്പൊ അങ്ങനെ 1 2 അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ തീരുമാനിക്കും വേണ്ട, അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് പോകേണ്ട തീരുമാനിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ആളുകൾക്ക് കയറി ചെല്ലാവുന്ന രീതിയിൽ ആക്സസ് ആക്കിയിട്ടില്ല. നമ്മുടെ റോഡുകളിൽ തന്നെ നമ്മൾ നടപ്പാതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. റോഡിൽ കൂടെ എന്തായാലും വാഹനം പറയുന്നതുകൊണ്ട് വീൽ ചെയറിൽ ഒരാളെയും കൊണ്ട് പോകാൻ പറ്റും. നടപ്പാതയിലൂടെ പോകാന്ന് വെച്ചാൽ നടപ്പാത പലപ്പോഴും പലതരത്തിലുള്ള ഉയരത്തിലുള്ള സ്ലാബുകളും പല സ്ഥലത്തും സ്ലാബ് ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഓടകളും ഒക്കെയുള്ള രീതി. അതുകൊണ്ട് തന്നെ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വീൽ ചെയറിൽ പോകുന്ന ഒരാൾക്ക് ആക്സസ് ഇല്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഇപ്പൊ കേൾവിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്കുള്ള യാത്ര വലിയ പ്രയാസമല്ലായിരിക്കാം, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വലിയ പ്രയാസം. ഇപ്പൊ നിങ്ങൾക്ക് അയാൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഒക്കെ ചുണ്ടിന്റെ അനക്കം കൊണ്ടും ആങ്ങിക്കൊണ്ടും മുഖത്തെ വിക്ഷേപങ്ങളും ഒക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരാളും ഒരു അരമണിക്കൂർ നേരം ഒട്ടും ശ്രവണശേഷി ഇല്ലാത്ത, ഒട്ടും സംസാരശേഷി ഇല്ലാത്ത ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. 1 2 ആംഗ്യമൊക്കെ കാണിച്ചതിന് ശേഷം, ചിരിയൊക്കെ ചിരിച്ചതിന് ശേഷം നിങ്ങൾ അയാളെ ഒഴിവാക്കും. അത് അയാൾക്ക് മനസ്സിലാവും. അയാൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിന്റെ വലിയ സ്ഥിതികൾ അയാൾക്ക് ഉണ്ടാവും. അത് അയാൾക്ക് അത് അരിശമായിട്ടും സങ്കടമായിട്ടും മാനസിക വിക്ഷോഭമായിട്ടൊക്കെ മാറി വരും. അപ്പൊ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ആറ്റിറ്റ്യൂഡലായിട്ടായാലും ശരി, ഫിസിക്കലായാലും ശരി, വലിയ ബാരിയേഴ്സ് ഉണ്ട്, വലിയ തടസ്സങ്ങൾ. അപ്പൊ അത് തടസ്സങ്ങൾ നീങ്ങണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരണം. നിങ്ങളൊക്കെ പഠിക്കുന്ന കോളേജിൽ എത്ര കോളേജിൽ ഉണ്ടാവാം ഒരു കുട്ടിക്ക് വീൽ ചെയറിൽ നേരെ ക്ലാസ് റൂമിലേക്ക് കയറി പോകാൻ പറ്റുന്ന ക്ലാസ് റൂം സ്ഥലത്തുണ്ടാവും. ഇപ്പൊ പലയിടത്തും അത് നിർബന്ധമാക്കിയത്, കെട്ടിടഘടനയിലെ നിർബന്ധമാക്കിയത് കൊണ്ട് ചിലര് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ ക്ലാസ് റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നതിന് മാത്രമാണ് സഹായം. ആ കുട്ടിക്ക് ടോയ്ലറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അന്നേരവും പോകാൻ പറ്റിയ വഴി ഉണ്ടായിക്കൊള്ളും. ആ കുട്ടി ലൈബ്രറിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 2ാമത്തെ നിലയിലായിരിക്കും ചിലപ്പോൾ ലൈബ്രറി ഉണ്ടാകുക, അതുകൊണ്ട് ലൈബ്രറിയിൽ പോകാൻ പറ്റില്ല. ലാബിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു ബിൽഡിങ്ങിലായിരിക്കും, അതിന്റെ 2ാം നിലയിലായിരിക്കും, അതും പോകാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഈ കൈയും കാലും കണ്ണും കാതും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്നും വലിയൊരു പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ലോകത്ത് അവർക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം തടസ്സങ്ങളുണ്ട്. അത് മറികടക്കാൻ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ ഒരു റാമ്പും റെയിലും ഒരു ഇലക്ട്രോണിക് വീൽ ചെയറോ അല്ലെങ്കിൽ മറ്റൊരു വീൽ ചെയർ സ്വയം ഉരുട്ടി കയറ്റാനോ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ചരിവുള്ള പ്രതലം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാഴ്ചയില്ലാത്ത ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള സൂചക ബോർഡുകളിലും ബ്രെയിൽ ലിപിയിൽ കൂടെ അത് എഴുതി വെക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് ഇത്രാമത്തെ നിലയിലെത്തി എന്ന് ശബ്ദം വഴി അനൗൺസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് കാഴ്ചയില്ലാത്ത ഒരാൾക്കും കൂടി വേണ്ടിയാണ്. അയാൾ ലിഫ്റ്റിൽ കയറിയ ഒരാളെ സംബന്ധിച്ചോളം അയാളെ എത്തി എന്നറിയാൻ അയാൾക്കൊരു മാർഗവുമില്ല, അയാൾക്ക് കേൾക്കുക മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ
ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൊണ്ട് ഇന്ന് കുറേ കാര്യങ്ങൾ മറികടക്കാൻ പറ്റും. കാഴ്ചയില്ലാത്തവർക്കും കേൾവിയില്ലാത്തവർക്കും ഒക്കെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ കാര്യങ്ങൾ മറികടക്കാം. ആ രീതിയിൽ സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കുകയോ അത് പ്രചാരത്തിലാക്കുകയോ അത് ഇവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിന് നമുക്കിപ്പോഴും വീഴ്ചയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇവിടെയൊക്കെയും ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന സമൂഹത്തെയാണ് നമുക്ക് കുറ്റപ്പെടുത്താനുള്ളത്. സമൂഹമാണ് ഇവരെ കൈപിടിച്ച് കൂടെ നടക്കുകയും അവരെ നയിക്കുകയും അവർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യണം. അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്ര വളർന്നിട്ടില്ല. ഒട്ടുമില്ല എന്ന് പറയുന്നില്ല, വലിയ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി, ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായി, ഒത്തിരി സൗകര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ വലുതാണെന്ന് തോന്നും. പക്ഷെ അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസത്തെ തിരിച്ചറിയുന്ന ഒരു പുതിയ കാലത്തെ സമൂഹം, ഒരു സിറ്റിസൺഷിപ്പിനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം. അവർക്കും നമ്മോടൊപ്പമുള്ള അന്തസ്സുണ്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ അന്തസ്സുള്ള ഒരു ജീവിതം ജീവിച്ച് മരിക്കാൻ അവർക്കും അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾ ബോധപൂർവം കുറേയേറെ ഇടപെടലുകൾ ചെയ്യേണ്ടതുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് പറയാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് അവസാനിപ്പിക്കാം. സാർ രഞ്ജിത്താണ് സാർ. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ സാർ. നമ്മളിപ്പോ സാറ് പറഞ്ഞിരുന്നു ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും നിയമങ്ങൾ. അപ്പൊ സാർ ഈ ലീഗൽ ഗാർഡിയൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ? ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റിക്ക് അവരുടെ കാര്യങ്ങൾ എടുക്കാം എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ സാർ? യഥാർത്ഥത്തിൽ ഇവരുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടും ലീഗൽ ഗാർഡിയൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും അതിനുള്ള കമ്മിറ്റി തുടങ്ങിയുള്ള നിയമങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അവരവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. ഈ കുട്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഏത് പ്രായത്തിലുള്ള ആളായാലും അവിടെ ഏതാണ്ട് ഒരു ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പോലെയുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഒരു ബെഡ്, അതിനകത്ത് കിടക്കാം, ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും. അല്ലാതെ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് സാധ്യമാകുന്ന തരത്തിലല്ല അത്തരം സ്ഥാപനങ്ങളൊന്നും. ഇത് ഒട്ടുമില്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷെ അത് ആവശ്യമാണ്. അത് രക്ഷാകർത്താവിന് ഈ ഒരു പേടി ഉണ്ടാകാൻ പാടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, നോക്കുന്നതിന് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, അവിടെ നോക്കിക്കോളും എന്ന ഒരു കാര്യം. നമ്മൾ മക്കളെ ഹോസ്റ്റലിൽ ഒരു കുഴപ്പമില്ല, വീടില്ല എങ്കിലും കുട്ടി കോളേജിൽ നേരെ ഹോസ്റ്റലിൽ എത്തുകയും ഹോസ്റ്റലിൽ സുരക്ഷിതമായിരിക്കും, അവിടെ ഭക്ഷണം കിട്ടും, അവിടെ ഇരുന്ന് പഠിച്ചോളും, ഉറപ്പിലാണ് മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് പോരുന്നത്. അതേ ഒരു ഉറപ്പോട് കൂടി ഞാൻ മരിച്ചാലും എന്റെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, ഞാൻ കൊടുക്കുന്ന സംരക്ഷണത്തിന്റെ അതേ അളവിൽ ഇല്ലാന്ന് ഉറപ്പില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു ക്രൈസിസ് ഉണ്ടാവില്ല എന്നൊരു ധൈര്യം ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അവര് മരിച്ചതിന് ശേഷം ചിലപ്പോൾ എന്തോ സംഭവിക്കും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം തന്നെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഡെഡ് കുറിച്ച് സത്യത്തിൽ നമ്മൾ വലിയ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം, അത് ആരെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും. പക്ഷെ നമ്മൾ മരിച്ചാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് നമുക്ക് വലിയ ധൈര്യമാണ്. നേരെ കുറച്ച് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരം ഇങ്ങനെ അനാഥമായിട്ട് എവിടെയും കിടക്കുന്ന ആലോചിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ജീവിക്കുമ്പോൾ മുഴുവൻ നമുക്ക് പേടിയായി, അസ്വസ്ഥതയായി. അതേപോലെ തന്നെ ഞാൻ മരിച്ചതിന് ശേഷം എന്റെ മക്കൾ അനാഥമായിട്ട്, എന്റെ ഈ കുഞ്ഞ് ആരും സംരക്ഷിക്കാനില്ലാതെ എവിടെയോ ഇട്ട് എന്തോ ആയിപ്പോകുമെന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ഒരു മനുഷ്യർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. ആ പ്രയാസം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. 1% ആള് ബുദ്ധിപരമായ പരിമിതിയുള്ള ആളുകൾ. 3.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് 1% എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരളവാണ്. അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. 3% വരെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ നിലവിലുള്ള 2011 സെൻസസ് അനുസരിച്ചും 2015 നടത്തിയ ഡിസബിലിറ്റി സെൻസസ് അനുസരിച്ചും 1% പേര് ബുദ്ധിപരമായ പരിമിതി അനുഭവിക്കുന്നത്. ആ 1% പേർക്ക് 2 രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 2%. ജനസംഖ്യയുടെ 2%-ഓളം വരുന്ന രക്ഷാകർത്താക്കള് അല്ലെങ്കിൽ അവരുടെ തന്നെ സിബ്ലിങ്സ്, അവരുടെ മറ്റു ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ശരാശരി 4-5 പേര് ഒരു വ്യവസ്ഥയാണ്. അവരുടെ മുഴുവൻ ഒരു ആദ്യം അവർക്ക് ശേഷം എന്ത് സംഭവിക്കുന്നത്? സ്വത്തവകാശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് നിയമങ്ങളില്ലാത്തത് അല്ല, നിയമങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അത്ര വ്യാപകമായി പ്രയോഗത്തിലായി വന്നിട്ടില്ല. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹം ആ കാര്യത്തെ ഒരു വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നമ്മുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. മറ്റൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് പലർക്കും ചെറിയ സഹാനുഭൂതി അവരോട് തോന്നുന്നുണ്ടാവാം, പാവം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്ന നമ്മൾ അവരെ മറന്നുപോകും. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കും. ഓക്കെ, താങ്ക് യു സർ.
എങ്കിൽ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഇത് ക്ലോസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ പ്രോഗ്രാം? Yes, sir. Thank you, sir, for the insightful session. As a token of our appreciation, we are pleased to present a virtual memento to Dr. Abbas Ali TK for sharing his valuable time with us. We sincerely thank you for being a part of Stride Forward. Okay, thank you. Before we conclude, let us take a moment to capture this wonderful gathering. I request all the participants to kindly turn on your camera for a group photo. As we also request you to kindly fill out the feedback form, share in the chat. Your feedback is very important to us and is required for the certificates. As we come to the end of today's session, I would like to express our sincere gratitude to everyone who made this event possible. And with that, we conclude this session of Stride Forward, and we extend our special thanks to Dr. Abbas Ali TK for sharing his valuable insights with us today. Have a wonderful evening ahead, and kindly remember to fill out the feedback form before you leave. Thank you.